നമ്മളിന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രം, 9 ഗോപുരങ്ങൾ അടങ്ങിയ ക്ഷേത്രമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ശ്രീകോവിൽ നമ്മുടെ മനസ്സാണ്. മനസ്സിൽ നമുക്ക് ആരെയും വേണമെങ്കിൽ പ്രവേശിക്കാം, പ്രവേശിക്കാതിരിക്കാം, കുഴപ്പമില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്നാണ് പറയാൻ കാരണം, ഓരോരുത്തരും ഓരോ ദിവസങ്ങൾ പറയും. അയ്യോ, ഒന്ന് ആരെ മുഖമാണ് കണി കണ്ടിരിക്കുന്നത്, അല്ല ആരെ കണി കണ്ടെന്ന് അറിയില്ല, ദിവസം ആകെ പോയി. ആ ദിവസത്തെ കുറിച്ച് കുറ്റം പറയും, ആരെയാണോ കുറ്റം പറയും. അപ്പൊ നമ്മുടെ 9 ഗോപുരങ്ങളും അത്ര നല്ലതൊന്നുമല്ല. എന്താണ് നമ്മുടെ കണ്ണ് കേടുവന്ന് കണ്ണിന് എന്താണ് വരിക? ചെവിയില് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിനെന്താ വരിക? വായുമ്പോ ചെറു ബബിൾക്കും അതുപോലെ ഇലകായിട്ട് നടക്കണ്ടായിരിക്കും. എന്താണ് വായ എന്ന് വരികയെന്നല്ല. അതുപോലെ നമ്മൾ ഓരോ ഗോപുരങ്ങളിൽ നിന്നും നല്ലത് വരുന്നില്ല. ഇതിപ്പോ നല്ലത് പറയുകയാണെങ്കിലും പേര് സുഭാഷിണി എന്നാ, പക്ഷെ നാവുമ്പ് വരുന്നതോ വേറെ ഭാഷയെ വരില്ല. അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മള് ആ ഭാഷയോ ഗോപുരങ്ങളോ ഒന്നുമല്ല. അപ്പൊ നമ്മൾ പറയണം, നമ്മൾ എണീറ്റ് വരുമ്പോ ആരെയും മുഖത്തിന് ആരെയും കുറ്റം നമ്മൾ പറയണ്ട. നമ്മുടെ ഉള്ളം കയ്യിൽ നോക്കിയിട്ട് നേരം വിളിച്ചാൽ എണീക്കുക. അപ്പൊ അതില് ശ്ലോകം നിങ്ങൾ വേണമെങ്കിൽ ചൊല്ലിയാൽ മതി. കരാഗ്രേ വസുദേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ ഗോവിന്ദ, പ്രഭാതേ കരദർശനം എന്ന് പറയും. അപ്പൊ നമ്മുടെ കരാഗ്രഹത്തിൽ ലക്ഷ്മി ദേവി ഉണ്ട്, ഉള്ളംകൈയില് സരസ്വതി ദേവി ഉണ്ട്, കടക്കില് ഗോവിന്ദൻ മഹാവിഷ്ണു ഉണ്ട്. അപ്പൊ 3 ഈശ്വരന്മാരും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതെന്തിനാ വെറുതെ കണ്ണാടി നോക്കാനും മറ്റുള്ളവരുടെ മുഖത്തിന് കുറ്റം പറയാനൊക്കെ? ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ഇത് എന്തൊക്കെയായി കഴിഞ്ഞാലും നമുക്കൊരു ദിവസം അനുഭവിക്കേണ്ട എന്തായാലും നമ്മൾ അനുഭവിച്ചേ തീരും. അത് വേറെ യാതൊരു സംശയമില്ല. ആരെയും കുറ്റം പറയാതിരിക്കുക. ആരെ മുഖം കണി കണ്ടോന്ന് പറയണ്ട. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാവട്ടെ, അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ.